കരയല്ലേ, ഉറങ്ങിക്ക, കരയണ്ട. മോൻ വിശന്നിട്ടാ കരയുന്നത്. നീ ഞങ്ങളോട് ഇങ്ങനെ വാശി കാണിക്കാതെ അവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്ക്. ഇല്ലെങ്കിൽ കുഞ്ഞിനെങ്കിലും ഇങ്ങി താ, ഞാൻ കൊണ്ടുപോയി അവന് ആഹാരം കൊടുക്കാം. എനിക്കും എൻ്റെ മോനും നിങ്ങളുടെ ആഹാരത്തിന്റെ ആവശ്യമില്ല. അവന് വേണ്ടതൊക്കെ എൻ്റെ ബാഗിലുണ്ട്. എടി, കുറച്ച് ബിസ്ക്കറ്റ് നനച്ചു കൊടുത്താലൊന്നും കുഞ്ഞിന്റെ വിശപ്പ് തീരില്ല. ആരാ പറഞ്ഞത് അവൻ വിശന്നിട്ടാ കരയുന്നതെന്ന്? അതവന്റെ കരച്ചിൽ കണ്ട അറിയില്ലേ? ഒന്ന് പോയി തരുവോ? എനിക്ക് പിന്നെ ഒന്ന് ഉറക്കണം. എടി, ഈ വീട്ടിൽ താമസിക്കുമ്പോ കുഞ്ഞിനെ പട്ടിണിക്കിടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോൻ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതിലാരും ഇടപെടാൻ വരണ്ട. ഇനി അവൻ വിശന്നിട്ടാ കരയുന്നതെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. വിശപ്പ് എന്താണെന്ന് കുഞ്ഞായാലും അറിഞ്ഞിരിക്കണം. എടി, നീ ഇത്ര മനസ്സലിവില്ലാത്തവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്നെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം കുഞ്ഞ് വിശന്നിട്ടാ കരയുന്നതെന്ന്? എനിക്കേ അറിയൂ എന്റെ കുഞ്ഞ് കരയുന്നത് എന്തിനാണെന്ന്. കുഞ്ഞുങ്ങൾ കരയുമ്പോ കുറച്ച് ഭക്ഷണമായി കുത്തിത്തിരികയല്ല ചെയ്യേണ്ടത്. എടി, ഞാനൊരു അമ്മയായവളാ, നീയോ? ഒരു കുഞ്ഞിന്റെ മനസ്സ് തിരിച്ചറിയാനും മാത്രം എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? ചുമ്മാ അങ്ങോട്ടങ്ങ് വളർത്തിയാ പോരാ. അമ്മയും കുഞ്ഞും തമ്മിലൊരു ആത്മബന്ധം ഉണ്ടാവണം. 10 മാസം വയറ്റി കൊണ്ട് നടക്കണം. അങ്ങനെ ഒരു അമ്മയ്ക്ക് ഈ കുഞ്ഞ് കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവും. ഇവന്റെ അമ്മയുടെ മനസ്സിപ്പോ നോവുന്നുണ്ടാവും. എന്റെ മോനോട് തോന്നിയ പകയുടെ പേരില് ഒരു പാവം കുഞ്ഞിനെ ഇങ്ങനെ ബലിയാടാക്കുന്ന നിനക്കിതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. നീ ഇങ്ങനെയൊക്കെ ചെയ്ത് മനസ്സൊക്കെ അനുഭവിക്കും. അതാണല്ലോ നിനക്ക് വേണ്ടത്. അവര് പറഞ്ഞത് കേട്ടില്ലേടാ മോനെ? നിന്നെ ഞാൻ വേദനിപ്പിച്ചുകൊണ്ട് സുഖം കണ്ടെത്തുകയാണെന്ന്. എന്റെ മോൻ മാത്രം അമ്മയെ മനസ്സിലാക്കിയാൽ മതി. വിഷ്ണു ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിപ്പോ വന്നത് അർച്ചനേച്ചിയുടെ ഒരു കാര്യം സംസാരിക്കാനാണ്. എന്താ വിഷ്ണു? ബിന്ദുവിന്റെ വിഷയം തന്നെയാ. ഞാനും അത് മറന്നിട്ടില്ല. അവള് ഇതുവരെ പിന്നെ വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല. അവളുടെ അച്ഛനും ചേട്ടനും കാര്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അർച്ചനേച്ചി ഉറപ്പുകൊടുത്ത വിശ്വാസത്തിലാണ് അവളിപ്പോ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ അവളോട് സംസാരിച്ച കാര്യം രേവതി വിഷ്ണുവിനോട് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. പക്ഷേ ഇനിയും മുന്നോട്ട് പോകുന്നത് കൂടുതൽ കുഴപ്പത്തിലാവും. അമ്മയും ആകെ ടെൻഷനില്ല. അവളുടെ അച്ഛനെ വിളിച്ച് പറയാതെ അമ്മയെ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുക. അവളുടെ വീട്ടുകാരറിയാതെ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. അബോഷൻ അല്ലാതെ വേറെ എന്ത് പരിഹാരമുള്ളത്? അവനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ അർച്ചനേച്ചിയോട് പറയണ്ടല്ലോ. അർച്ചനേച്ചി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ വേണം. ഞാൻ ഉടനെ സജിയെ ചെന്നൊന്ന് കാണാം. അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത്? അന്വേഷിച്ചിട്ട് അവനെപ്പറ്റി ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇനി സ്ഥലത്തുണ്ടോന്ന് പോലും അറിയില്ല. അവന്റെ സ്വഭാവം വെച്ച് ഈ നാട് വിട്ടു പോകാനാ സാധ്യത. ഒരു ജോലിക്കും പോകാതെ അവൻ ഇതുവരെ ജീവിച്ചു. ഷോപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞ് എന്നെയും കുറെ നാൾ പറ്റിച്ചതാ. നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നും അവനില്ല. ഇക്കാര്യത്തിൽ അർച്ചനേച്ചിയെ മാത്രമേ എനിക്ക് ആശ്രയിക്കാൻ പറ്റൂ. അമ്മയില്ലാത്ത കുട്ടിയെ അവള്. അർച്ചനേച്ചി അവളെ ഒന്നുകൂടെ കണ്ട് അബോഷന് സമ്മതിപ്പിക്കണം. അർച്ചനേച്ചി എന്തോന്നും മിണ്ടാത്തെ? റാന്നിയിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് ചെയ്യാം. കുറച്ച് ദിവസം അവൾ വീട്ടിൽ നിന്നിട്ട് പോട്ടെ. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിൽ അവൾക്ക് സങ്കടമുണ്ട്. അവൾ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണെന്ന് എനിക്ക് നന്നായി അറിയാം. എല്ലാം അവസാനിച്ചു എന്നല്ല നമ്മൾ കരുതേണ്ടത്. ഒരു മാറ്റം ആരുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ മാത്രം മതി കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത്. ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടായിട്ടാ ഓരോ കുഞ്ഞും ജന്മം കൊള്ളുന്നത്. അയ്യോ, ഞാൻ വിഷ്ണുവിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല.
നമ്മുടെ ഒരു കുഞ്ഞ് പോയില്ലേ? ഇതിനെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്നാ വിഷ്ണു ഇരിക്കും, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. നീ എന്തു പറഞ്ഞാലും ആൾമാറാട്ടം നടത്തി ആലിസായി എൻ്റെ വീട്ടിൽ അർച്ചന ജോലിക്ക് നിന്നത് എനിക്കെങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സ്നേഹ. അവളെ ഒരു തട്ടിപ്പുകാരിയായി ചിത്രീകരിക്കാൻ തന്നെയാണ് നിന്റെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് വ്യക്തമായി. എനിക്കതെങ്ങനെ വേണ്ടാന്ന് വെക്കാനാവും? നീയാണെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ വിട്ടുകളയുവോ? അർച്ചനെ അവിടെ കൊണ്ടെത്തിച്ചത് ഫൈസിയാ, അത് നീ മറന്നു പോരുത്. അതിനെന്തെങ്കിലും തെളിവ് അവളുടെ കയ്യിലുണ്ടോ? ഫൈസി ഇത് നിഷേധിക്കണം. പിന്നെ അർച്ചന എങ്ങനെ അവിടെ എത്തിയെന്ന് പറയും? സുധിയെ മോഹിച്ച് നടന്നവൾ അർച്ചന. ഒരു തട്ടിപ്പുകാരിക്ക് അവിടെ എത്താനാണോ പ്രയാസം? സുധി ഇല്ലാത്ത സമയം നോക്കി അവൾ തേടി പിടിച്ചെത്തി. ഇനി അതല്ല, സുധിയിൽ നിന്നറിഞ്ഞ് അവൾ അവിടെ എത്തിയതും ആവാം. രണ്ടായാലും എനിക്കെന്താ? കുഞ്ഞിന്റെ അവകാശം പറഞ്ഞ് അവൾ രംഗത്ത് വന്നപ്പോഴാ അർച്ചന ആരെന്ന് ഞാൻ മനസ്സിലാക്കുന്നേ. എന്റെ വീട്ടിൽ 1 വർഷം ജോലിക്ക് നിന്നൊരു സെർവന്റ് ഇതെന്ത് ചതിയാന്നറിയാതെ പകച്ചു നിൽക്കുകയാ ഞാൻ. അതിനിടെ കേൾക്കുന്നു അവൾക്ക് സുധിയുമായി അടുപ്പമുണ്ടായിരുന്നത്. ഇതൊക്കെ എനിക്ക് പുതിയ അറിവല്ലാതെ പിന്നെ മറ്റെന്താ? നിനക്കിങ്ങനെയൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാം, പക്ഷെ വിശ്വനാഥൻ സാറാണ് അർച്ചനയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം. സുധിയേക്കാൾ സാറിനാ അർച്ചനയുടെ കാര്യത്തിൽ ഇപ്പോൾ താല്പര്യം കൂടുതൽ. അതെനിക്ക് നേരത്തെ മനസ്സിലായതല്ലേ. ഒപ്പം നിൽക്കാൻ വിശ്വനാഥൻ സാർ തന്നെ ആളെ കൂട്ടുന്നുണ്ട്. ഫൈസയെ വിളിച്ച് അർച്ചനയുടെ വിഷമങ്ങൾ പറഞ്ഞ് സഹായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നാണമില്ലേ ആ മനുഷ്യന്? ഇപ്പൊ അർച്ചനയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു. ഒരു കാലത്ത് അവളെ നിരന്തരം വേട്ടയാടിക്കൊണ്ട് നടന്ന മനുഷ്യനാ. അന്ന് അർച്ചന കുടുംബമഹിമ ഇല്ലാത്തവളായിരുന്നു, ലോറിക്കാരന്റെ മകളായിരുന്നു. സുധി ഇപ്പൊ അതൊക്കെ അങ്ങ് മറന്നു. അച്ഛൻ എന്ന വാക്ക് കേട്ട സുധി കലുതുള്ളിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് സുധിയുടെ അച്ഛൻ അർച്ചനയോട് ചെയ്തതുപോലെ ഇപ്പൊ മറ്റൊരു പെണ്ണിനോട് ചെയ്യുന്നു. പക്ഷേ അതൊന്നും മനസ്സിലാക്കാൻ സുധിക്ക് കഴിയുന്നില്ല. അതങ്ങനെയാ നിരഞ്ജനെ. ഒരാളെ ഉപദ്രവിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ചിലർ അനുകൂലമായി പറയുന്നവരെ എല്ലാം കൂടെ കൂട്ടും, പഴയതൊക്കെ മറക്കുകയും ചെയ്യും. അർച്ചന ഒരു കാലത്തും അവരുടെ സഹായം സ്വീകരിക്കില്ലെന്നാ ഞാൻ കരുതിയത്. കുറച്ച് ആത്മാഭിമാനം അവക്കും ഉണ്ടെന്ന് കരുതി. അങ്ങനെയൊന്നും ഇല്ലെന്ന് ഇപ്പം മനസ്സിലായി. കുറച്ചു മാസം സുധിക്കൊപ്പം ജോലി ചെയ്തപ്പോ അവൾ പഴയ അർച്ചനയായി. പലതും മറക്കാനും സുധിക്കൊപ്പം ജീവിക്കാനും അവൾ കൊതിക്കുന്നു. കേസിന് അവൾ സ്വയം മനസ്സ് തോന്നി വന്നതായിരുന്നെങ്കിൽ അവളോട് എനിക്ക് ബഹുമാനം തോന്നിയേനെ. എതിർത്ത് നിൽക്കുമ്പോഴും അവൾക്കൊരു അപമാനം വരുത്താതെ ഞാൻ നോക്കിയേനെ. കാരണം എന്തൊക്കെയായാലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ടാവുമായിരുന്നു. അവളുടെ കുഞ്ഞിനെ കൊന്നുകളയാൻ ശ്രമിച്ചയാളാ സുധിയുടെ അച്ഛൻ. അർച്ചനയെ പിടികൂടാൻ പരിവാരങ്ങളുമായി ഓടി നടന്ന കഥകളൊക്കെ എനിക്കറിയാം. അന്നൊരു കള്ളുകച്ചവടക്കാരിയാ അർച്ചനയ്ക്ക് അഭയം നൽകിയത്. അല്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ പിടിച്ചു കെട്ടിക്കൊണ്ട് അബോർട്ട് ചെയ്യിപ്പിച്ചേനെ. എന്നിട്ട് അവളെ കൊന്നു വല്ല റെയിൽവേ ട്രാക്കിലും തള്ളുമായിരുന്നു. ഇപ്പോ അയാളെ രക്ഷകനായിട്ടാ അവൾ കണ്ടിരിക്കുന്നത്. എല്ലാം ഒരു നിമിഷം കൊണ്ട് അവളും മറന്നു കളഞ്ഞു. എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാ സ്നേഹം നിലകൊള്ളുന്നേ. എന്റെ കുഞ്ഞിനെ നിലനിർത്താൻ ഞാൻ ഏതു വഴിയും സ്വീകരിക്കും. അർച്ചനെ വേദനിപ്പിക്കുമെന്ന് കരുതി എനിക്കിനി പിന്നോട്ട് പോകാൻ കഴിയില്ല. അവളെ തകർത്തുകൊണ്ട് എനിക്ക് ജയം ഉറപ്പിക്കാനാവും. റിയാലിറ്റി ഷോയിലൂടെ തെന്നിന്ത്യൻ സൂപ്പർ താരം മാര്യ വധുവിനെ കണ്ടെത്തുന്നു. ആര്യക്ക് പരിണയം ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. രാത്രി 9:30 ഫ്ലവേഴ്സ്. കേട്ടിട്ട് ആരെ പഴിക്കണോ ആരെ ന്യായീകരിക്കണമെന്നൊന്നും എനിക്ക് ഒരു നിശ്ചയമില്ല. കുഞ്ഞുമായി രക്ഷപ്പെട്ടു പോകാൻ നിരഞ്ജന ശ്രമിച്ചത് തെറ്റ് തന്നെയാ. നിരഞ്ജനയുടെ കാര്യത്തിൽ ഞങ്ങൾക്കും വേദനയുണ്ട്. അവൾ എങ്ങനെയൊക്കെ പെരുമാറിയിട്ടും ഞങ്ങൾ അവളോട് മനസ്സിലവ് കാട്ടുന്നതും അതുകൊണ്ടാ. വലിയ പ്രതീക്ഷയോടെ അവൾ ഈ വീട്ടിൽ വന്നത്. ആരും അറിഞ്ഞു വെച്ചൊന്നും ചെയ്യുന്നതല്ലല്ലോ.
ജീവിതത്തിൽ കുറച്ച് തിരുത്തൊക്കെ വരുത്താവുന്നതേ ഉള്ളൂ. ഒരു കുഞ്ഞിന്റെ കാര്യവും പറഞ്ഞ് ഇവിടെ കിടന്ന് പുകഞ്ഞു തീരാതെ അവൾക്ക് ഡിവോഴ്സ് വാങ്ങി പോകാമായിരുന്നു. ഒരു നല്ല ജീവിതം ഇപ്പോഴും അവളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവള് വാശി കാണിച്ച് പക വീട്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ എല്ലാ യോഗ്യതയുള്ളവളാ മറ്റൊരുത്തിയുടെ കുഞ്ഞിനെ കൈയടക്കി വെക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ അതിന്റെ പേര് കേസുമായി. എന്നിട്ടും വിട്ടുകൊടുക്കാൻ അവള് തയ്യാറല്ല. വിധി തനിക്ക് അനുകൂലമാവില്ലെന്നറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ സമാധാനം കെടുത്താൻ വേണ്ടി അവള് ഫൈറ്റ് ചെയ്യുക. കുഞ്ഞിനെ അർച്ചനയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള കോടതി ഉത്തരവ് വരുന്നതുവരെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തി രസിക്കണം. അതിനപ്പുറം ഒന്നുമില്ല നിരഞ്ജനയ്ക്ക്. കുഞ്ഞിനെ നിരഞ്ജനയ്ക്ക് കിട്ടിയാൽ തന്നെ ആ കുഞ്ഞു വളർന്നു വലുതായ അമ്മ അവളല്ലെന്നറിയില്ലേ? അതിനല്ലേ കുഞ്ഞുമായി അവള് സ്റ്റേറ്റ്സിലേക്ക് പോകാൻ തയ്യാറായത്. സുധി നീറി നീറി മരിക്കണം. അതേ കവിഞ്ഞ് നിരഞ്ജനയ്ക്ക് മറ്റൊന്നും വേണ്ട. ഇവിടെയാ കുറച്ച് സാമർത്ഥ്യം അർച്ചന കാണിക്കേണ്ടത്. അവൾ സുധിയിൽ നിന്ന് അകലം പാലിക്കുന്നതാ നിരഞ്ജനയ്ക്ക് സൗകര്യമായി തീർന്നത്. അതിലെന്താ സംശയം? അർച്ചന ഇപ്പൊ ചെയ്യുന്നത് ശരിയല്ല. അവൾ സുധിയുടെ നൊമ്പരം അറിഞ്ഞു കൂടെ നിൽക്കേണ്ടതല്ലേ? അതിനുള്ള സാഹചര്യമാ ഇപ്പൊ ഒത്തുവന്നിരിക്കുന്നത്. ഈ കേസ് എന്തുകൊണ്ട് നല്ലതിനാ ജയന്തി? ഞാൻ അർച്ചനയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. ജയന്തി കണ്ടോ, അവളെ ഞാൻ സുധിയിൽ കൊണ്ടെത്തിക്കും. റേച്ചലിന് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഞങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും അത്. എന്തായാലും എനിക്കിനി ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അവൾ ഒരു പെണ്ണല്ലേ. സുധി അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്നും കേട്ടു. ഒരു കുഞ്ഞുമുണ്ട്. ഇനി എന്തു പറഞ്ഞ് അവൾ ഒഴിയുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ ഇറങ്ങുന്നു ജയന്തി. മോളെ ട്യൂഷൻ സെന്ററിൽ നിന്ന് പിക്ക് ചെയ്യണം. റേച്ചൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് നന്നായിട്ടൊന്ന് ഉപദേശിക്കണം. ഉപദേശിക്കല്ല, അവളുടെ മനസ്സിലേക്ക് സുധിയെ കൊണ്ടുവരും. ഞാനല്ലേ ഉറപ്പ് പറയുന്നത്? സംസാരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് വേണം. നിങ്ങളുടെ പേരെന്താ? അർച്ചന. 2 തവണ ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ. പക്ഷെ പെർമിഷൻ കിട്ടിയില്ല. കാര്യമില്ലാതെ മോള് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കാര്യം ഉണ്ടായിട്ടാ ചേച്ചി വന്നത്. എന്താ മോളെ? ചിറ്റപ്പന് സംഭവിച്ചത് ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നറിയാം. രായപ്പേട്ടന് എന്താ മോളെ സംഭവിച്ചത്? ചിറ്റപ്പന്റെ ഒരു കാല് ചെവളഗോവിന്ദൻ വെട്ടിമാറ്റി. അയ്യോ മോളെ. ചിറ്റപ്പൻ ഒരു കാല് പൂർണ്ണമായി നഷ്ടമായി. ഇപ്പൊ ഹോസ്പിറ്റലില്. അയ്യോ. ചിറ്റപ്പനോട് അയാൾ പക വിട്ടോന്ന് കരുതിയില്ല. ചെവള തന്നെ ഒന്നും ചെയ്യില്ലെന്നായിരുന്നു ചിറ്റപ്പനും കരുതിയിരുന്നത്. അയാള് പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ മോളെ. ഒരു കാല് പോകാന്ന് വെച്ചാ കൊല്ലാക്കൊല ചെയ്യുന്നതിനൊപ്പമല്ലേ? ഇതിലും വലിയ ശിക്ഷ രായപ്പേട്ടൻ എങ്ങനെ കൊടുക്കാനാ? ഉപദ്രവിച്ചത് അയാളാണെന്ന് ചിറ്റപ്പൻ പോലീസിൽ മൊഴി കൊടുത്തിട്ടും അയാളെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഒന്നിനില്ലെന്നുള്ള മട്ടില ചിറ്റപ്പൻ. ഇനി സൂക്ഷിക്കേണ്ടത് മോളാ. എന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ മരണത്തെ പേടിക്കേണ്ടതുള്ളൂ. മോളുടെ കാര്യം അതുപോലല്ല. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു ഉപായം പറഞ്ഞിട്ട് മോൾക്കത് അംഗീകരിക്കാനും മനസ്സില്ല. ഞാൻ ആ ഭീഷണിയൊന്നും ഭയപ്പെടുന്നില്ല. പിന്നെ ചേച്ചി അറിയിക്കാൻ മറ്റൊരു വിശേഷമുണ്ട്. എന്താ മോളെ? എന്റെ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് കോടതിയിൽ ഞാനൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാനതിന് അല്പം വൈകിയിരുന്നെങ്കിൽ നിരഞ്ജൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് രാജ്യം വിട്ടു പോയാന്. മോളുടെ ആ തീരുമാനം എന്തുകൊണ്ട് നന്നായി. വൈകിയാണെങ്കിലും അതിന് തയ്യാറായത് നന്നായി മോളെ. അത്ര എളുപ്പത്തിലൊന്നും കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല. വലിയ നിയമയുദ്ധം തന്നെ വേണ്ടിവരും. ഇങ്ങനൊരു വിഷയം എപ്പോഴായാലും ഉണ്ടാവുമെന്ന് നിരഞ്ജന നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിനു വേണ്ട തെളിവുകളൊക്കെ അവൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. മോൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട. കുഞ്ഞിനെ മോൾക്ക് തന്നെ കിട്ടും. സുധിസാറിന്റെ സഹായം മോൾക്കുണ്ടാവും. എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട ചേച്ചി. ഒറ്റയ്ക്ക് പൊരുതാൻ തന്നെ എന്റെ തീരുമാനം. പിന്നെ മനസാക്ഷിയുള്ളവര് എന്റെ കൂടെ നിൽക്കും. ഈ സമയം മോള് കുഞ്ഞിനെ ആവശ്യപ്പെട്ട് കേസിന് പോയത് നന്നായി. മോൾ അത് പറയാൻ ആഗ്രഹിച്ചില്ലെങ്കിലും നിനക്ക് SP വിശ്വാസാറുമായിട്ടുള്ള ബന്ധം എല്ലാരും അറിയാൻ പോവല്ലേ? ചെവള ഗോവിന്ദനും ആ വിവരം അറിയും. പിന്നെ അയാൾ നിന്റെ പിന്നാലെ വരാൻ മടിക്കും. മതി സംസാരിച്ചത്. വാ നടക്ക്. ഇങ്ങോട്ട് വരാൻ.
അഡ്വക്കേറ്റ് നിരഞ്ജനെ പോലൊരാൾ ഇതുപോലൊരു ട്രാപ്പിൽ ചെന്ന് വീഴാൻ പാടില്ലായിരുന്നു. ശ്രുതി ചെയ്തത് ഒരു ട്രാപ്പ് തന്നെയായിരുന്നു. നിരഞ്ജൻ അതിൽ പെട്ടുപോയി. അതെ സർ, സുധി ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നു. വിവാഹത്തിന് മുമ്പ് പൂർവ്വകഥകൾ തുറന്നു പറഞ്ഞ് എന്നിൽ സുധി ഒരു വിശ്വാസവും നേടിയെടുത്തു. ആദ്യം ഒരു കുഞ്ഞിനെ സ്വീകരിച്ച് അച്ഛനോട് പ്രതികാരം ചെയ്യണം, അത് കഴിഞ്ഞു മതി നമുക്കൊരു കുഞ്ഞ് എന്ന് സുധി പറഞ്ഞപ്പോൾ എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ സ്വീകരിച്ച കുഞ്ഞ് അർച്ചനയുടേതാണെന്ന് തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ കേസിൽ അർച്ചനയ്ക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്നത് കുഞ്ഞിനെ കൈമാറിയ CI ഫൈസൽ മുഹമ്മദിനെയാണ്. അയാൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നതോടെ അർച്ചനയുടെ വാദത്തിന് ശക്തി കുറയും. അതെ സർ. പിന്നെയുള്ളത് അർച്ചനയുടെ ഹിസ്റ്ററിയാണ്. അവളുടെ ജീവിത സാഹചര്യവും കള്ളു കാർത്തിയാനിക്കൊപ്പമുള്ള സഹവാസവും കൂടെ അവിടെ നടന്ന മർഡറും നമ്മൾ അവതരിപ്പിക്കുന്നതോടെ അവൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. ഇതിനിടയിലാണ് ആൾമാറാട്ടം നടത്തി നിരഞ്ജനയുടെ വീട്ടിൽ അവൾ 10 മാസത്തോളം വീട്ടുജോലിക്കാരിയായി കഴിഞ്ഞത്. എങ്ങനെ അവൾ മൂന്നാറിലെത്തി? സ്വന്തം കുഞ്ഞാണെന്ന് അറിഞ്ഞു വന്നതാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് അവൾ കുഞ്ഞിൽ അവകാശവാദം ഉന്നയിച്ചില്ല? കുഞ്ഞിന്റെ അമ്മ ഒരു ശമ്പളക്കാരിയായി അവിടെ വന്ന് ജോലിക്ക് നിൽക്കേണ്ട എന്ത് കാര്യമുള്ളത്? അതെ സർ, എനിക്കതൊക്കെ തന്നെ ആത്മവിശ്വാസം തരുന്നത്. ഈ കേസിൽ നമ്മൾ അധികം തലപുകയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. 2 വാദം, കേസ് തള്ളിപ്പോവും. ഞാനല്ലേ ഉറപ്പ് തരുന്നേ? ഞാൻ നോക്കിയിട്ട് ഇതിൽ നിരഞ്ജനയ്ക്ക് അനുകൂലമായ ഘടകങ്ങളേ ഉള്ളൂ. സുധിയുമായി അവൾക്ക് മുമ്പുണ്ടായിരുന്ന പൂർവ്വബന്ധം, അതിനെ പിന്തുടർന്നാണ് അവൾ മൂന്നാറിലെത്തിയത്. അവളുടെ കുഞ്ഞാണെന്ന് ആരവളോട് പറഞ്ഞത്? അതിനെന്തെങ്കിലും തെളിവ് വേണ്ടേ? എന്നാൽ സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും നിരഞ്ജനയുടെ കൈവശമുണ്ട്. നിരഞ്ജന സമാധാനമായിട്ട് പോയിക്കും. ഇതുവരെ വളർത്തിയ കുഞ്ഞിനെ നിരഞ്ജനയ്ക്ക് നഷ്ടപ്പെടില്ല. താങ്ക് യു സർ. ശരി, ഞാൻ വിളിക്കാം. നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ മോൾ തുറന്നു പറ. ഇനി മനസ്സിലടക്കി വെച്ച് കഴിയാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ അറിയിക്കാൻ തിടുക്കപ്പെടുക വിഷ്ണുവിന്റെ അമ്മ. സജിയെ മാത്രം എന്തിനു കുറ്റം പറയണം? തെറ്റ് മുഴുവനും എന്റെ ഭാഗത്ത് തന്നെയാ. പുരുഷനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നഷ്ടങ്ങളൊക്കെ പെണ്ണിന് മാത്രമാ. എന്റെ അഹങ്കാരം, അതിന് ദൈവം ശിക്ഷയും തന്നു. നീ ഇപ്പോഴും നിന്റെ തീരുമാനം പറഞ്ഞില്ല. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ചേച്ചി. സജിക്കൊരു മനസ്സുണ്ടാവുമെങ്കിൽ എനിക്കെന്റെ കുഞ്ഞിനെ കൊല്ലാതിരിക്കാം. ചേച്ചി സജിയോട് സംസാരിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന്റെ വിശ്വാസത്തിലാ ഞാൻ ഇത്രയും ദിവസങ്ങൾ ജീവിച്ചത്. ഒരു ജീവനെ കൊന്നുകളയാൻ ഞാൻ ഒരിക്കലും പറയില്ല മോളെ. ഒരു കുഞ്ഞിനു വേണ്ടിയാ ഇപ്പൊ 2 അമ്മമാർ അവകാശം പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അബോർട്ട് ചെയ്തിട്ട് പിന്നീട് ഒരു കുഞ്ഞിക്കാലി കാണാൻ മോഹിച്ചിട്ട് നടക്കാത്തവരും ഉണ്ട്. എന്തായാലും ഞാൻ സജിയെ കാണാം മോളെ. ചേച്ചിയുടെ തിരക്കൊക്കെ എനിക്കറിയാം. ഇപ്പോ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ നടത്തുന്ന കേസിന്റെ കാര്യവും അറിഞ്ഞു. എങ്കിലും എന്നെ മറന്നു പോരുത് പ്ലീസ്. നിന്നെ എന്റെ അനിയത്തിയായിട്ടാ ഞാൻ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. സജിക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ പിന്നെ എല്ലാരും പറയുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം. എന്റെ കുഞ്ഞിനെ ഞാൻ വേണ്ടാന്ന് വെച്ചോളാം. നീ ഇത്രമാത്രം ആഗ്രഹിക്കുന്നതല്ലേ. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല മോളെ. ചേച്ചി, അഡ്വക്കേറ്റ് ജോൺ സക്രിയ, നിരഞ്ജനയുടെ വക്കീല്. ഫൈസി അറിഞ്ഞോ? അറിഞ്ഞു. ഉണ്ണിത്താൻ സാറിന്റെ ശിഷ്യനായിരുന്നു ജോൺ. അയാൾ കാഞ്ഞ ബുദ്ധിയുള്ള വക്കീല. അഡ്വക്കേറ്റ് രാജലക്ഷ്മിയാ അർച്ചനയുടെ വക്കീല്. ഈ കേസ് എന്തായാലും ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് ഉറപ്പാ. അർച്ചനയ്ക്ക് വിശ്വനാഥ് സാറിന്റെയും സുധിയുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലും അവർക്ക് പ്രകടമായ രംഗത്ത് വരാൻ കഴിയില്ല. ഏതാണ്ടൊരു ഒറ്റപ്പെട്ട നിലയിലാ ശരിക്കും അർച്ചന. എന്തു പറഞ്ഞ് അർച്ചന നിരഞ്ജനെ നേരിടുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവള് കുഞ്ഞിനെ പ്രസവിച്ചതും അതിനെ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായത് മാത്രമേ അവളുടെ കയ്യിലുള്ളൂ.
മറിച്ച് കുഞ്ഞിനെ പ്രഗ്നന്റ് ആയത് മുതലുള്ള ഫോട്ടോസും കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് നിരഞ്ജന. കുഞ്ഞ് നിരഞ്ജനയുടെ കയ്യിലുണ്ടെന്ന് അവളെ ആദ്യമായി അറിയിച്ച ഫൈസിയും കാലുമാറി. പിന്നെ എങ്ങനെ അവളുടെ വാദത്തിന് പ്രസക്തി ഉണ്ടാവും? ജെയിംസിനെയാണ് അർച്ചന ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വിശ്വനാഥ് സാറ് അത് മുന്നിൽ കണ്ട് ജെയിംസിനെ വിളിച്ച് കൂടെ നിർത്തിയിരിക്കുകയല്ല. അയാളുടെ മൊഴി കെട്ടിച്ചമച്ചതാണെന്ന് കോടതിക്ക് തോന്നി. ഫൈസി നിഷേധിക്കുന്നതോടെ വക്കീൽ അയാളെ കൊടയും. ജെയിംസ് പതറുക തന്നെ ചെയ്യും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ നോക്കിക്കോ. ആര് കാശ് കൂടുതൽ കൊടുക്കുന്നോ ജെയിംസ് അവരുടെ കൂടെ നിൽക്കും. പിന്നെ അർച്ചനയുടെ വാദത്തിന് എന്ത് പ്രസക്തിയാ ഉള്ളത്? എന്റെ ഊഹം വെച്ച് നിരഞ്ജനയ്ക്ക് തന്നെ കുഞ്ഞിനെ കിട്ടും. ഒരു പക്ഷേ സുധിക്കും അർച്ചനയ്ക്കും ഒരു ജീവിതവും. ഈ കേസ് കൊണ്ട് രണ്ടും സംഭവിച്ച കാര്യങ്ങൾക്കൊരു പര്യവസാനമാകും.